റൗണ്ടുകൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. അവശേഷിക്കുന്നത് 7.5 റൗണ്ടുകൾ വരെ നഗരസഭാ മേഖലകളിൽ മാത്രം കൗണ്ടിംഗ് നടക്കുന്നു. പാലക്കാട് എന്നതാണ് ചിത്രം. പാലക്കാടിനെ 4 ഭാഗങ്ങളായി തിരിക്കുമ്പോൾ പാലക്കാടിന്റെ വടക്കേറ്റത്തു നിന്നുള്ള കൗണ്ടിംഗ് ആണ് ആരംഭിക്കുന്നത്. അവിടെ 34 ബൂത്തുകളാണുള്ളത്. ആദ്യ 2 റൗണ്ടുകൾ പൂർണ്ണമായും പാലക്കാടിന്റെ വടക്കേ മേഖലകളാണ്. അവിടെ കൽപ്പാത്തി അടക്കമുള്ള സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വീട് ഉൾപ്പെടുന്ന മേഖലകൾ അടക്കമാണ് കൗണ്ട് ചെയ്ത് വരുന്നത്. തുടർന്നുണ്ടാകുന്ന മേഖലകൾ 104 ബൂത്തുകൾ പൂർണ്ണമായും 104 ബൂത്തുകളും ഓക്സിലറി ബൂത്തുകളും ചേരുമ്പോഴുള്ള ഇടങ്ങൾ പൂർണ്ണമായും 7.5 റൗണ്ട് പൂർണ്ണമായും നഗരമേഖലകളിൽ മാത്രം കൗണ്ടിംഗ്. എന്തായാലും 2ാം റൗണ്ടിൽ കുറച്ചേറെ UDF സ്വാധീനമുള്ള മേഖലകളുമുണ്ട്. 2ാം റൗണ്ടിൽ അത് സരിനും ഇന്നലെ പറഞ്ഞിരുന്നു. അവിടെ LDF ഇത്തവണ മേൽക്കൈ നേടുമെന്നായിരുന്നു സരിൻ പറഞ്ഞത്. UDF ഇത്തവണ മേൽക്കൈ കിട്ടില്ലെന്ന്. പക്ഷെ UDF ആ മേൽക്കൈ നിലനിർത്തി പോരുന്നുണ്ട്. അവിടെ അതിന്റെ സൂചനയാണ് 858 കുറഞ്ഞത്. പക്ഷെ അവിടെ BJP തീരെ മോശമുള്ള സ്ഥലങ്ങളല്ല. BJPയുടെയും സ്വാധീന മേഖലകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, 4-5 BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ചിത്രം എന്നുള്ളതാണ്. എന്തായാലും ട്രെൻഡിലേക്ക് വന്നിട്ടില്ല. 858 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് കൃഷ്ണകുമാറാണ്. 2ാം റൗണ്ടിൽ ചില ബൂത്തുകളിൽ ലീഡ് നേടുവാനായിട്ട് UDF കഴിഞ്ഞിട്ടുണ്ട്. 1ാം റൗണ്ടിൽ മേധാവിത്വം എന്തായാലും സി കൃഷ്ണകുമാറിനായിരുന്നു. 2ാം റൗണ്ടിൽ ചില ബൂത്തുകളിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് ലീഡ് നില ഇടയ്ക്കൊന്ന് മാറി. പക്ഷെ വീണ്ടും സി കൃഷ്ണകുമാർ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇത് ഓരോ ബൂത്തിലെയും വിവരങ്ങൾ അപ്പോൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ ലീഡ് നില പെട്ടെന്ന് മാറുന്നതായിട്ട് തോന്നുന്നത്. പക്ഷേ അവിടെ 2 റൗണ്ടുകൾ കഴിഞ്ഞിട്ടില്ല. 2 റൗണ്ട് കഴിഞ്ഞിട്ട് ആ ടാബുലേഷനിലേക്ക് വന്നിട്ടില്ല. അതാണ് ചിത്രം. എന്തായാലും ഒരു കാര്യം മഞ്ജുഷ, ഈ സരിൻ സമാഹരിക്കുന്ന വോട്ടുകളുടെ എണ്ണം കൂടി അറിയുന്ന ഒരു പക്ഷേ നന്നായിരിക്കും. പക്ഷേ അത് നമുക്ക് ആ കണക്ക് പ്രേക്ഷകരിലേക്ക് വേഗം എത്തിക്കാം. കാരണം 3ാം സ്ഥാനത്താണ് സരിനെങ്കിലും അദ്ദേഹം എത്ര കണ്ട് വോട്ടുകൾ സമാഹരിച്ചു? UDF വോട്ടുകൾ സമാഹരിക്കും, താൻ പിടിച്ചെടുക്കുമെന്ന സരിന്റെ അവകാശവാദം എത്ര കണ്ടെങ്കിലും ശരിയായിട്ടുണ്ടോ, അതിന്റെ സൂചനകളുണ്ടോ? ഇത് നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്.